നമസ്കാരം. ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ഞാൻ അനശ്വര. പ്രധാന വാർത്തകൾ. ആസിയാൻ കരാറിനെതിരെ വെള്ളിയാഴ്ച സിപിഎം മനുഷ്യചങ്ങല. ഒരുക്കങ്ങൾ പൂർത്തിയായി. ജില്ലയിൽ 2 ലക്ഷം പേർ ചങ്ങലയിൽ അണിചേരും. പുരളിമല ഹരിശ്ചന്ദ്രകോട്ടയിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശിവലിംഗം സാമൂഹ്യദ്രോഹികൾ തകർത്തു. ഇരിട്ടി നഗരത്തിൽ കാലികളെ തട്ടിയിട്ട് നടക്കാൻ കഴിയില്ല. നടപടി സ്വീകരിക്കേണ്ടവർ കാഴ്ചക്കാരാവുന്നു. വാർത്തകൾ വിശദമായി. ആസിയാൻ കരാറിനെതിരെ വെള്ളിയാഴ്ച സിപിഎം നടത്തുന്ന മനുഷ്യചങ്ങലയ്ക്കുള്ള ഒരുക്കങ്ങൾ ജില്ലയിൽ പൂർത്തിയായി. കാലിക്കടവ് മുതൽ പൂഴിത്തല വരെ 90 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് ജില്ലയിൽ ചങ്ങല തീർക്കുക. 18 ഏരിയകളിൽ നിന്നായി 2 ലക്ഷം പേർ പങ്കെടുക്കും. വെള്ളിയാഴ്ച 3:30-ക്കാണ് പരിപാടികൾ ആരംഭിക്കുക. ദേശീയപാതയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് ചങ്ങല തീർക്കുന്നത്. സമരത്തിന്റെ പ്രാധാന്യം വിശദീകരിച്ചുകൊണ്ടുള്ള പ്രസംഗമാണ് ആദ്യം. മനുഷ്യച്ചങ്ങലയിൽ അണിനിരന്നുകൊണ്ട് തന്നെ മുഴുവൻ ആളുകൾക്കും പ്രസംഗം കേൾക്കാൻ കഴിയുന്ന സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. 4-ന് ട്രയൽ ചങ്ങല, 4:45-ന് വിശദീകരണ പ്രസംഗം സമാപിക്കുന്നതോടെ മനുഷ്യച്ചങ്ങല പൂർണ്ണതയിലെത്തും. 5-ന് സമരപ്രതിജ്ഞ, 5:15-ന് സമരപരിപാടി അവസാനിക്കും. ചങ്ങലയിൽ ജില്ലയിലെ ആദ്യ കണ്ണിയാവുക സിപിഎം സംസ്ഥാന സമിതി അംഗം ടി ഗോവിന്ദനാണ്. CITU ജില്ലാ പ്രസിഡന്റ് പുഞ്ചയിൽ നാണു അവസാന കണ്ണിയുമാവും. EP ജയരാജൻ, MV ഗോവിന്ദൻ തുടങ്ങിയ നേതാക്കൾ AKG സ്ക്വയറിൽ കണ്ണുചേരും. ആസിയാൻ കരാറിനെതിരെ സിപിഎം സംഘടിപ്പിക്കുന്ന മനുഷ്യചങ്ങലയിൽ ഇരിട്ടി ഏരിയയിൽ നിന്ന് 4500 പേർ പങ്കെടുക്കും. ദേശീയപാതയിൽ കണ്ണൂർ കണ്ണോത്തുംചാൽ മുതൽ കാൾടെക്സ് വരെയുള്ള 1.5 കിലോമീറ്റർ ദൂരത്താണ് ഇരിട്ടിയിൽ നിന്നുള്ള പ്രവർത്തകർ കണ്ണികളാവുക. പ്രവർത്തകർക്ക് പോകുന്നതിനായി 125ഓളം വാഹനങ്ങൾ ബുക്ക് ചെയ്തതായി ഇരിട്ടി ഏരിയ സെക്രട്ടറി K ശ്രീധരൻ പറഞ്ഞു. കണ്ണോത്തുംചാൽ മുതൽ കാൽടെക്സ് വരെ ആണ് ഇരിട്ടി ഏരിയയിലെ പ്രവർത്തകർ അണിനിരക്കുന്നത്. 3000 പേരെ പങ്കെടുപ്പിക്കാനുള്ള ടാർഗറ്റ് നിശ്ചയിച്ചുകൊണ്ട് പ്രവർത്തനം നടത്തിക്കഴിഞ്ഞപ്പോൾ 4500-ലധികം പേർ ഈ മനുഷ്യച്ചങ്ങലയിൽ പങ്കെടുക്കും എന്ന ആവേശകരമായിട്ടുള്ള അനുഭവമാണ് ഞങ്ങൾക്ക് മലയോര മേഖലയിലെ കർഷക ജനങ്ങളിൽ നിന്നും ലഭിച്ചിട്ടുള്ളത്. വ്യാപകമായിട്ടുള്ള പ്രചരണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ ബ്രാഞ്ചുകളിലും സംഘടിപ്പിക്കേണ്ടായി. പ്രവർത്തകരെ മനുഷ്യച്ചങ്ങലയിൽ അണിനിരക്കാനായിട്ട് എത്തിക്കുന്നതിനു വേണ്ടി 57 ബസ്സുകൾ, 67 ജീപ്പുകൾ, നിരവധി ചെറുവാഹനങ്ങൾ ഇവയെല്ലാം ഇതിനകം ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 100 കണക്കിന് പ്രചരണ ബോർഡുകൾ ഈ ഏരിയയുടെ എല്ലാ പ്രദേശങ്ങളിലും സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ഇരിട്ടി ഏരിയയിൽ നിന്ന് 4500 പേരാണ് മനുഷ്യച്ചങ്ങലയിൽ കണ്ണികളാവുക. കണ്ണോത്തുംചാൽ മുതൽ കാൽടെക്സ് വരെയുള്ള 1.5 കിലോമീറ്റർ ദൂരത്താണ് ഇരിട്ടി ഏരിയയിലെ പ്രവർത്തകർ അണിനിരക്കുന്നത്. പ്രവർത്തകരെ കൊണ്ടുപോകുന്നതിനായി 57 ബസ്, 67 ജീപ്പ്, 3 മിനി വാൻ, 3 ലോറി, 2 പിക്കപ്പ് ലോറികൾ എന്നിവ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ചങ്ങലയുടെ വിജയത്തിനായി ഏരിയയിൽ വിപുലമായ പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിച്ചതെന്നും ഏരിയ സെക്രട്ടറി K ശ്രീധരൻ പറഞ്ഞു. പുരളിമല ഹരിശ്ചന്ദ്രകോട്ടയിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശിവലിംഗം സാമൂഹ്യദ്രോഹികൾ നശിപ്പിച്ച നിലയിൽ കണ്ടെത്തി. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ശിവലിംഗത്തറ തകർത്ത് കരിങ്കൽ കൊത്തിയെടുത്തിയ ശിവലിംഗം 100ഓളം മീറ്റർ അകലെ താഴ്ചയിലേക്ക് സാമൂഹ്യദ്രോഹികൾ വലിച്ചെറിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. കോട്ടയം രാജാക്കന്മാരുടെ ആരൂഢ സ്ഥാനമായ ഹരിശ്ചന്ദ്രകോട്ടയിലെ ഈ ശിവലിംഗത്തിന് ഏകദേശം 1000 വർഷത്തിലധികം പഴക്കമുണ്ടെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. പഴശ്ശിയുടെ ഇന്ന് അവശേഷിക്കുന്ന ഏക സ്മാരകമാണ് തകർന്നടിഞ്ഞ ഈ കോട്ടയും ശിവലിംഗവും. ഹരിശ്ചന്ദ്രൻ കോട്ടയിൽ അവശേഷിക്കുന്ന ഒരേയൊരു ചരിത്ര സ്മാരകമായ ശിവലിംഗം, പുരാതനമായ ശിവലിംഗം ഏതാനും സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ച ആ നടപടിയിൽ പഴശ്ശിരാജ NSS കോളേജ് ചരിത്ര വിഭാഗത്തിന്റെ കടുത്ത അമർഷവും ദുഃഖവും രേഖപ്പെടുത്തുന്നു. ഉദ്ദണ്ഡശാസ്ത്രികള് പറയുന്നത് കോട്ടയം രാജകുടുംബം സ്ഥാപിക്കുന്നത് ഹരിശ്ചന്ദ്ര പെരുമാൾ എന്ന ഒരാളായിരുന്നു. അദ്ദേഹം ആ കോട്ട സ്ഥാപിച്ചത് പുരളിമലയിലാണ്. അപ്പോൾ ചരിത്ര പ്രാധാന്യമേറെയുള്ള ഒരു പ്രദേശമാണ് പുരളിമലയും അവിടുത്തെ ഹരിശ്ചന്ദ്രൻ കോട്ടയും. കോട്ടയം രാജകുടുംബത്തിന്റെ ആരൂഢം തന്നെ മുഴക്കുന്ന് ദേവാലയവും അതിനോടനുബന്ധമായ കൊട്ടാരങ്ങളുമായിരുന്നു. കൊട്ടാരങ്ങൾ ഇന്ന് തകർന്നിരിക്കുകയാണ്. അവശേഷിക്കുന്നത് ആ മുഴക്കുന്ന് ദേവാലയവും പിന്നെ പുരളിമലയിലെ ഈ ബാക്കിയായ ശിവലിംഗവും മാത്രമാണ്. അപ്പോൾ ചരിത്രബോധമില്ലാത്തവർ കാണിക്കുന്ന ഇത്തരം വിക്രിയകൾ തീർച്ചയായും നമ്മുടെ സംസ്കാരത്തിന് യോജിക്കാത്ത നടപടിയാണ്. വ്യക്തമായ രേഖകളില്ലാത്തതുകൊണ്ട് നമ്മൾ ഉദ്ദണ്ഡശാസ്ത്രികളെ പോലുള്ള മഹാന്മാരുടെ കൃതികളെ ആശ്രയിക്കുകയാണ്. അതിൽ തന്നെ വ്യക്തമായി രേഖപ്പെടുത്തുന്നില്ല. ഒരുപാട്
ചരിത്രകാരന്മാർക്ക് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളാണ് അവരുടെ ആവിർഭാവത്തെക്കുറിച്ച് പറയാനുള്ളത്. അതുകൊണ്ട് വ്യക്തമായ വർഷം പറയാൻ പ്രയാസമുണ്ട്. തീർച്ചയായും ഉദ്ദണ്ഡശാസ്ത്രികളൊക്കെ പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ 1000 വർഷത്തെ പഴക്കമൊക്കെ ഉണ്ടാവണമെന്നാണ് അനുമാനിക്കുന്നത്. ഈ ശിവലിംഗമാണ് ചില സാമൂഹ്യദ്രോഹികൾ കഴിഞ്ഞ ദിവസം തകർത്തത്. ശിവലിംഗം സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്തു നിന്ന് ഏകദേശം 100 മീറ്റർ അകലെ തകർത്തിട്ട നിലയിലാണ് ശിവലിംഗം കാണാൻ സാധിച്ചത്. ശിവലിംഗം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ഇപ്പോൾ കശുമാവിന്റെ കമ്പ് സ്ഥാപിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച ഒരു 3 മണി സമയത്ത് നമ്മൾ കുണ്ടിൻ്റെ അടുത്ത് നിന്ന് ഒച്ചപ്പാടെല്ലാം കേട്ടിന്. അത് കഴിഞ്ഞൊരു 5 മണീൻ്റെ ഉള്ളിലാണ് ശിവലിംഗത്തിൻ്റെ അടുത്ത് നിന്ന് അങ്ങനെ ഒച്ചപ്പാട്, പിന്നെ പട്ടി കുരക്കുന്ന ഒച്ച കേട്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ച് പേടിച്ചിട്ട് ഞങ്ങളിവിടുന്ന് മാറാനാണ് ഞങ്ങൾ വിചാരിച്ചത്. നോക്കുമ്പോൾ പിന്നെ ഒച്ച കേൾക്കുന്നില്ല. ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വരുന്നത് നമുക്ക് മാറിക്കളയാം. പിള്ളേരെ ആരാ അങ്ങനത്തെ ഒച്ചപ്പാടും പാടും കൊണ്ട് നമുക്കിങ്ങനെ പേടിയായിപ്പോയി. പാടും നമ്മൾ ഒച്ച പിന്നെ ഈ സംഭവം കഴിഞ്ഞ് പിന്നെ ഒച്ചപ്പാടൊന്നും കേൾക്കുന്നില്ല. ഇവർ ഉരുട്ടി താഴത്തോട്ട് പോയതാണോ എന്നോ നമ്മളറിയില്ല. നമ്മൾ പോയി നോക്കി. നമ്മൾ പിറ്റേന്ന് രാവിലെ ചെന്ന് നോക്കുമ്പോൾ അവിടെ സംഭവം ഒന്നും ശിവലിംഗം ഒന്നുമില്ല. നമ്മൾ കുണ്ടിലാണ് നമ്മൾ ഫസ്റ്റ് പോയി നോക്കിയത്. കുണ്ടിൽ ചെന്ന് നോക്കുമ്പോൾ കുണ്ടിനകത്ത് കല്ലെല്ലാം വാരിയിട്ട് കുടിക്കുന്ന വെള്ളമെല്ലാം കലക്കി. അങ്ങനെ നമ്മൾ പിന്നെ ശിവലിംഗത്തിലേക്ക് ചെന്ന് നോക്കുമ്പോൾ ശിവലിംഗം ഒന്നുമില്ല. ഇരിട്ടി നഗരത്തിൽ അലഞ്ഞുതിരിയുന്ന കന്നുകാലികൾ വാഹനങ്ങൾക്കും യാത്രക്കാർക്കും ഒരുപോലെ ദുരിതമാകുന്നു. നഗരത്തിൽ കന്നുകാലി ശല്യം രൂക്ഷമായിട്ടും നടപടികൾ സ്വീകരിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. ഇരിട്ടി നഗരത്തിലൂടെ അലഞ്ഞുതിരിയുന്ന കന്നുകാലികൾ വാഹനങ്ങൾക്കും യാത്രക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. ഇവ കൂട്ടത്തോടെ റോഡുകൾ കയ്യേറുന്നതോടെ വാഹന ഗതാഗതം തടസ്സപ്പെടുന്ന അവസ്ഥയാണ്. കുട്ടികളും സ്ത്രീകളും അടക്കമുള്ള യാത്രക്കാർ പലപ്പോഴും ഇവയുടെ ആക്രമണം പേടിച്ച് ഓടിമാറുകയാണ് പതിവ്. നഗരത്തിൽ കാലിശല്യം രൂക്ഷമാണെങ്കിലും അലഞ്ഞുതിരിയുന്ന ഇവയെ പിടികൂടുന്നതിന് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് നടപടികളൊന്നും ഉണ്ടാവാത്തത് ഏറെ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് പെരുവളത്തുപറമ്പ് ചേടിച്ചേരിയിൽ നിർമ്മിച്ച കമ്മ്യൂണിറ്റി റിക്രിയേഷൻ സെന്റർ ഇന്ന് നാശത്തിന്റെ വക്കിലാണ്. ഇരിക്കൂർ ബ്ലോക്ക് വികസന സമിതി നിർമ്മിച്ച റിക്രിയേഷൻ സെന്റർ എത്രയും വേഗം പുനർനിർമ്മിക്കണമെന്ന ആവശ്യത്തിലാണ് നാട്ടുകാർ. 50ഓളം വർഷങ്ങൾക്ക് മുമ്പ് പെരുവളത്തുപറമ്പ് ചേടിച്ചേരിയിൽ ഇരിക്കൂർ ബ്ലോക്ക് വികസന സമിതി നിർമ്മിച്ച കമ്മ്യൂണിറ്റി റിക്രിയേഷൻ സെന്ററാണ് നാശത്തിന്റെ വക്കിലുള്ളത്. ഇവിടെ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ട് ഉപയോഗിച്ച് കെട്ടിടം പുനർനിർമ്മിക്കണമെന്ന ആവശ്യത്തിലാണ് നാട്ടുകാർ. ഇപ്പോൾ കെട്ടിടം വളരെ നാശോന്മുഖമായ ഒരു അവസ്ഥയാണുള്ളത്. അത് പുനരുജ്ജീവിച്ച് ഒരു പ്രവർത്തനക്ഷമമാക്കി കുട്ടികൾക്കും നാട്ടുകാർക്കും ഉപയോഗിക്കുന്ന വിധത്തിൽ അത് പിന്നെ സജീവമാക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കണമെന്നാണ് നമുക്ക് നാട്ടുകാർക്ക് പറയാനുള്ളത്. ചൂളിയാട് സ്കൂളിന് സമീപത്താണ് കമ്മ്യൂണിറ്റി റിക്രിയേഷൻ സെന്റർ സ്ഥിതി ചെയ്യുന്നത്. 1957 ചേടിച്ചേരി പഴയിടത്ത് കുഞ്ഞപ്പ സംഭാവന ചെയ്ത 4 സെന്റ് സ്ഥലത്താണ് സാമൂഹ്യ വിനോദ കേന്ദ്രം നിർമ്മിച്ചിട്ടുള്ളത്. 20 കൊല്ലത്തോളം നല്ല രീതിയിൽ പ്രവർത്തിച്ച വായനശാല ഇന്ന് പൂർണ്ണമായും തകർന്ന നിലയിലാണുള്ളത്. സർക്കാരിന്റെയോ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയോ ഫണ്ട് ഉപയോഗിച്ച് ഈ കെട്ടിടം പുനർനിർമ്മിക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ബ്ലോക്ക് പഞ്ചായത്തോ ഗ്രാമപഞ്ചായത്തോ ഏറ്റെടുത്തുകൊണ്ട് അതിനൊരു നല്ലൊരു ബിൽഡിങ്ങും ഒരു വായനശാലയായി ഏറ്റെടുത്തുകൊണ്ട് വായനശാലയായി ചെയ്താൽ അവിടെ 500ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു പിന്നെ സ്കൂളിന് തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. ആ കുട്ടികൾക്കും നാട്ടുകാർക്കും ഉപയോഗപ്പെടുത്താൻ രീതിയിലുള്ള നല്ലൊരു സ്ഥാപനമായി മാറ്റാൻ സാധിക്കും. ഇതുവരെ പിന്നെ നമ്മൾ ഇതിനെപ്പറ്റി ഒരു ആലോചന നടത്തിയെങ്കിലും അത്ര കണ്ട് വിജയിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ ജനങ്ങളെ നാട്ടുകാർ ആവശ്യപ്പെടുന്നത് എത്രയും പെട്ടെന്ന് തന്നെ ഇതിന്റെ ഭാഗത്തുനിന്ന് അധികൃതരുടെ ഭാഗത്തുനിന്ന് നല്ലൊരു സമീപനം ഉണ്ടായിക്കൊണ്ട് ഒരു ബിൽഡിംഗ്. 1960-70 കാലഘട്ടത്തിൽ ചൂളിയാട് ചേടിച്ചേരി പ്രദേശങ്ങളിലുള്ളവർക്ക് പത്രവായനയ്ക്കും പുസ്തക വായനയ്ക്കും ഏക ആശ്രയമായ സ്ഥാപനമാണ് ഇന്ന് കാലപ്പഴക്കത്തിൽ പൂർണ്ണമായി തകർന്ന് നാശോന്മുഖമായ അവസ്ഥയിലായത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആസിയാൻ കരാറിനെതിരെ വെള്ളിയാഴ്ച CPM മനുഷ്യചങ്ങല. ഒരുക്കങ്ങൾ പൂർത്തിയായി. ജില്ലയിൽ 2 ലക്ഷം പേർ ചങ്ങലയിൽ അണിചേരും. പുരളിമല ഹരിശ്ചന്ദ്രകോട്ടയിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശിവലിംഗം സാമൂഹ്യദ്രോഹികൾ തകർത്തു. ഇരിട്ടി നഗരത്തിൽ കാലികളെ തട്ടിയിട്ട് നടക്കാൻ കഴിയില്ല. നടപടി സ്വീകരിക്കേണ്ടവർ കാഴ്ചക്കാരാവുന്നു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.